ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീ ആൻഡ് മൈ ഫാമിലി അജോസ്. നമ്മുടെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്കൊരു 4-5 വയസ്സുള്ളപ്പോൾ നടന്നൊരു കോസ്റ്റ് സ്റ്റോറിയാണ്. അതെന്ന് വെച്ചാൽ അന്ന് എനിക്കൊരു 4 വയസ്സ് കാണത്തോളം തോന്നും. ഞാൻ എല്ലാ ദിവസവും രാത്രിയിലും പുറത്തിങ്ങനെ ഇറങ്ങുമായിരുന്നു. പുറത്തെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് സിറ്റോട്ടെ വന്നിങ്ങനെ എല്ലാ സ്ഥലവും നോക്കുമായിരുന്നു. സിറ്റോട്ടെ വന്ന് രാത്രി ചന്ദ്രനെയും അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയതാ, ശരിക്കും നടക്കാൻ കാര്യമില്ല. അങ്ങനെ ഒരു വഴിയും സാധ്യതയും നമുക്ക് ഇല്ല. എന്ന് വെച്ചാൽ രാത്രിയിൽ ഞങ്ങളുടെ അവിടെ വർക്ക് ഏരിയയിലുണ്ട്. വർക്ക് ഏരിയയുടെ അവിടെ ഞാൻ വർക്ക് ഏരിയയുടെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു കൈ ഇങ്ങനെ ഹായ് കാണിക്കുന്ന പോലെ തോന്നി. സാധാരണ കൈയല്ല, ഫുൾ ചോര കൊണ്ട് മൂടിയിരിക്കുന്നതും കൈ മുറിഞ്ഞതും അങ്ങനെയൊക്കെ ഫീല്. കുഞ്ഞിലൊക്കെ ഞാൻ ഫുള്ള് പ്രേതത്തിൻ്റെ സ്വപ്നം കാണത്തുള്ളായിരുന്നു. രാത്രിയിലൊക്കെ കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോൾ 2 പ്രേതങ്ങളിങ്ങനെ നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഫുള്ള് അന്ന് മനസ്സിൽ വരത്തുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം ഞാൻ അങ്ങനെ വന്ന ദൈവത്തെ പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് മാറിക്കോളും. അപ്പോഴത്തേക്ക് ഞാൻ നേരെ പോയി. അന്ന് എനിക്ക് വലിയ പേടിയില്ല, പക്ഷെ ഇപ്പം എനിക്ക് നല്ല പേടിയാണ്. അന്നൊക്കെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി പോയിരുന്നു. എന്ത് വന്നാലും കുഞ്ഞിലാണ്ട് ആ ബോധമൊന്നും ഇല്ലല്ലോ, എന്താ അവിടെ നിന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നേരെ പുറത്തിറങ്ങി. വർക്ക് ഏരിയയുടെ അവിടെ നോക്കിയിട്ട് അവിടെ നോക്കി ആ കൈ ഉണ്ടോന്നു. ഇല്ല, കൈയില്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ ആ കൈ പിന്നേക്ക് ഇങ്ങനെ ടാറ്റ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ പിന്നെയും ആ കൈ ആ സ്ഥലത്ത് തന്നെ വർക്ക് ഏരിയ പുറയിൽ അവിടെ പോയി പിന്നെ നോക്കിയപ്പോൾ ഇല്ല, കൈയില്ല. അങ്ങനെ കുറേ പ്രാവശ്യം നോക്കിയപ്പോഴത്തേക്ക് ലാസ്റ്റ് പേടിയായിപ്പോയി. എന്തോ ഉണ്ടെന്ന് കരുതി ഞാൻ നേരെ അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ച്. അപ്പം അന്നൊക്കെ അമ്മ സീരിയൽ കാണുമായിരുന്നു ആ സമയത്ത്. ഞാൻ നേരെ പിന്നെ അമ്മ പറഞ്ഞു എന്നാ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ നേരെ പോയി എന്ത് ചെയ്തത്, അന്നത്തെ എൻ്റെ ആ വഴി കട്ടിലേ പോയി നടന്ന് പ്രാർത്ഥിക്കുക. അന്ന് ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് മനസ്സിലെ തോന്നലാന്നും അങ്ങനെയൊന്നും ഇല്ല. അമ്മയുടെ അക്കാര്യം പിന്നെ അപ്പം അമ്മ പറഞ്ഞാൽ തോന്നല, അങ്ങനെയൊന്നും പ്രേതമൊന്നും വരാൻ വഴിയില്ല. അത് കാരണം പിന്നെ ആ പ്രേതത്തിൻ്റെ സ്വപ്നം ഇപ്പോൾ കാണത്തില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അയച്ചേക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോട് നോക്കി നെക്സ്റ്റ് ഇടേക്കണം. ഓക്കെ, ബൈ.